ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ റീസെൻ്റ്ലി NMC ഒരു നോട്ടീസ് ഇറക്കുന്നു. ഒരു കൺസേൺ നോട്ടീസാണ് ഉസ്ബെക്കിസ്ഥാൻ MBBSനെ കുറിച്ചിട്ട്. സോ അതിനുശേഷം ഒരുപാട് ന്യൂസ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും പാരൻസ് ഒക്കെ പാനിക്കാണ്. ഇവിടെ MBBS പഠിച്ചു കഴിഞ്ഞാൽ MBBS വാലിഡ് ആണോ, യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടോ, ഡിഗ്രിക്ക് എന്തെങ്കിലും ഇഷ്യൂ എന്നുള്ളത്. NMC ഇറക്കിയ നോട്ടീസിൽ എവിടെയും ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാൻ ആയിരുന്നോ അല്ലെങ്കിൽ ഡിഗ്രി വാലിഡ് അല്ലാന്ന് പറയുന്നില്ല. അവർ ചോദ്യം കൺസേൺഡ് ആണ്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ, എസ്പെഷ്യലി സമർഖണ്ഡ്, താഷ്കണ്ട്, ബുഹാറ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ അവർക്കുള്ള ലിമിറ്റിനേക്കാൾ കൂടുതൽ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ലാസ്റ്റ് ഇയറിൽ ഒരുപാട് ഏജൻസികൾ പല കുട്ടികളായിട്ട് കൊണ്ടുവന്നിട്ട് പ്രോപ്പർ അക്കോമഡേഷൻ കൊടുക്കാതെ, പ്രോപ്പർ ഫെസിലിറ്റീസ് കൊടുക്കാതെ പല സ്ഥലങ്ങളിലും ഇട്ടിട്ടുണ്ട്. സോ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ഒരു കൺസേൺ നോട്ടീസാണ് എന്തായാലും NMC ഇറക്കിയുള്ളത്. ആൻഡ് കൺസേൺസ് കൂടിയ സമയത്ത് ഇന്ത്യൻ എംബസിയും താഷ്കണ്ട് തന്നെ ഇതിനൊരു മറുപടിയായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ഒഫീഷ്യൽ നോട്ടീസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, അത് ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ NMC പറയുന്ന നോംസ് ആൻഡ് റെഗുലേഷൻസ് ഓക്കെ ആണോ എന്നുള്ളത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യുന്നുള്ളത്. ഏതൊക്കെയാണ് നോംസ്? 54 months ഉണ്ടായിരിക്കുക, അതിനുശേഷം 1 year എന്ത് ചെയ്യുക, ക്ലിനിക്കൽ പ്രാക്ടീസ് അതേ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുക, ഇംഗ്ലീഷ് ആയിരിക്കും കംപ്ലീറ്റ് മീഡിയം. ഇത് മൂന്നാണ് മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ്. 2024-ലും 2025-ലും ഈവൻ 2026-ലാണെങ്കിലും ഈ പറയുന്ന ബുഹാറി ആയിക്കോട്ടെ, താഷ്കണ്ട് ആയിക്കോട്ടെ, സമർഖണ്ഡ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാ NMC നോംസ് റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത്, അവരുടെ ഒഫീഷ്യൽ ലെറ്ററിൽ. അതിനൊക്കെ പുറമെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം WFME റെഗുലേഷൻസ് ഉള്ളതാണ്, WFME അക്രഡേഷൻ ഉള്ളതാണ്, ECMG അക്രഡേഷൻ ഉള്ളതാണ്, തുടങ്ങിയ എല്ലാ ഗ്ലോബൽ അക്രഡേഷനുള്ള ഡിഗ്രീസ് ആണ്. സോ തൊട്ടടുത്ത പേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് പറയുന്നത് ഈ പറയുന്ന 3 യൂണിവേഴ്സിറ്റികൾ ഡിഗ്രീസ് ബാൻഡ് ആണെന്ന് എവിടെയും പറയുന്നതാണെന്നും ദർ ഈസ് നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ് ദേ ആർ അക്കോമഡേറ്റിംഗ് സ്റ്റുഡൻസ് ബിയോണ്ട് ദർ കപ്പാസിറ്റി പറയുന്നില്ല. അവർ പറയുന്ന കൺസേൺ എവിടെയാണ്? ഇവിടെ കുട്ടികൾ ഗേൾസ് ഹോസ്റ്റൽ ആയിക്കോട്ടെ, മറ്റുള്ള ഹോസ്റ്റൽ ആയിക്കോട്ടെ, കംപ്ലയിൻസ് കിട്ടുന്നുണ്ടെന്നും അക്കോമഡേഷൻ ഇഷ്യൂസ് ഉണ്ടെന്നും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഒരുപാട് ഫ്രോഡ് ഏജൻസ് ഉണ്ടെന്നും പല സ്കാം നടക്കുന്നുണ്ടെന്നും എന്നാണ് നമുക്ക് ഈ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റുഡൻസ് മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി വാലിഡ് ആണ്, യാതൊരു ഇഷ്യൂസും ഉസ്ബെക്കിസ്ഥാനിലില്ല. ജസ്റ്റ് പ്രോപ്പർ കൺസേൺഡ് ആയിരിക്കുക. ആൻഡ് മോർ ഓവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രസ്റ്റഡ് സോഴ്സ് കൂടെ ഏജൻസിയോട് കൂടെ വരാൻ ശ്രദ്ധിക്കുക. ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് പ്രോപ്പർ ഹോസ്റ്റൽ ഉണ്ടോ, പ്രോപ്പർ മെസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഡോണ്ട് ടേക്ക് എനി ടെൻഷൻ. യുവർ ഡിഗ്രി ഈസ് വാലിഡ്. ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ. സീ യു ലേറ്റർ.